ഇത് കലികാലമാണ്. നന്മകൾ കുറയുകയും തിന്മകൾ കൂടുകയും ചെയ്യുന്ന കാലം. ഇവിടെ എല്ലാ തെറ്റുകൾക്കും ന്യായീകരണമുണ്ട്. എന്നാലും ഒരു കേട്ടറിവ് ബാക്കിയുണ്ട്. തിന്മ എത്ര കണ്ടു പെരുകിയാൽ നന്മയുടെ ഒരു കൈയെങ്കിലും അവശേഷിക്കും. ഫേസ്ബുക്കിലായിരിക്കും ഇന്നലത്തെ സമരത്തിൻ്റെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുകയായിരിക്കും. ആണെങ്കിൽ അല്ല, ഒന്നുമില്ല, നന്നായിട്ടുണ്ട്. ഹലോ, ഞാൻ വരാം. നീ എവിടെ? ആരായിരുന്നു അത്? നീ അറിയേണ്ട കാര്യമൊന്നുമില്ല. നീ നിന്റെ കാര്യം നോക്ക്. പറയത്തില്ലല്ലേ? ഇപ്പം ധൂളയണ്ടവൻ. ആതിരപ്പള്ളിയിൽ ശബരിമലയ്ക്കും സ്വന്തം ഭണ്ഡാരം എല്ലാത്തിലും ഒരേ ന്യൂസാണ്. നല്ല ബെസ്റ്റ് പത്രം. വരേച്ചി ഇരിക്കൂ. പറയേച്ചി. പ്രകാശിനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്തു പറ്റി? എന്താ കാര്യം? നേരിട്ട് അറിയാം പ്രകാശിനെ. ഒന്ന് അറിയാല്ലേ? നേരത്തെ അവനിപ്പം വരും. പുറത്തു പോയേക്കാ. ചേച്ചി പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഓ ശരി. ചായ പറയട്ടെ? ചായ വേണ്ട ചേട്ടാ, ഒരു ചായ. ഭായ നാളെ സൺറാവാണ്. എനിക്ക് ഒരുപാട് നാൾ പിടിയെടുക്കാതിരിക്കാൻ പറ്റില്ല. നീ ഫയൽ സൂക്ഷിക്കണം. നിന്റെ അടുത്താകുമ്പോൾ പോലീസൊന്നും വരില്ല. ബായിക്ക് ഈടായിട്ടൊരു മൈൻഡൊന്നുമില്ല. നിനക്കറിയാലോ ബായുടെ അവസ്ഥ. എന്നാലും ഈ ഫയലൊക്കെ സൂക്ഷിക്കേണ്ടതല്ലേ? നീ ഒരു 50 എങ്ങനെയെങ്കിലും ഇങ്ങ് ഒപ്പിച്ചതാ. ശരി, ഒരു 50 ഇങ്ങ് എത്തിച്ചേക്കാം. പ്രകാശ, നീ ഒരുപാട് മാറിപ്പോയോട്ടോ. പ്രകാശ, നീ എടുക്കാൻ? ഓ, ഞാനങ്ങ് മറന്നുപോയടാ. എടാ, പിന്നെ വൈകിട്ടൊരു സാധനം കൊണ്ടു. നീ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കാം. ശരിടാ. ശരി. പ്രകാശം വരുന്നുണ്ടേ. അത് നമുക്ക് 2:30 സെറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ ആ സദാശിവനെ. ആരാ? എന്താ കാര്യം? ഞാനിവിടെ ആശുപത്രിക്ക് അടുത്താ താമസം. എന്റെ പേര് സുനിത. എന്റെ ഭർത്താവാണ് ദിവാകരൻ. മനസ്സിലായി. സാറ് മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ കിട്ടേണ്ട PF മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രകാശനൊന്ന് ഇടപെട്ടൊന്ന് ശരിയാക്കി തരാമോ? ഇവന്റെ ഒരു സമയം. അതിന്റെ ഫയൽ നമ്പറൊക്കെ അറിയാലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഞാൻ സ്ട്രേറ്റ് ആയിട്ട് അങ്ങ് പറയാം. വിഷമം തോന്നരുത്. നിങ്ങൾ ഈ ഗവൺമെന്റ് മുഖേന പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 2 കൊല്ലമെങ്കിലും എടുക്കും. പിന്നെ എനിക്ക് 2 ലക്ഷം തന്നു കഴിഞ്ഞാൽ മൊത്തത്തിലെല്ലാം ശരിയാക്കി തരാം. പ്രകാശ, എന്റെ മോൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നല്ല കൂട്ടരാ. കുട്ടികളുടെ അച്ഛൻ വഴി വന്ന കൂട്ടരാ അവര്. മോളുടെ ഫോട്ടോ കണ്ടപ്പോ പയ്യന് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ കഥയൊന്നും കേൾക്കണ്ട. ഈ പറഞ്ഞ പോലാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഒരാളിനെ നോക്കണം. അറിയാലോ, വകുപ്പും മന്ത്രിമാരും ഒക്കെ നമ്മുടെ കയ്യിലാണ്. എന്താന്ന് വെച്ചാൽ തീരുമാനം ചെയ്യും. ശരിയെന്നാ. പ്രകാശ, ഒരു മിനിറ്റ്. എന്താ? ആ ഹാരിസുമായിട്ടുള്ള കമ്പനി അത്ര ശരിയല്ല. ആ രൂപേഷിന്റെ കൊലപാതകത്തിൽ അവന് പങ്കുണ്ടെന്നാ പറയുന്നത്. അതൊന്നും സാരമില്ലടാ. ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരും വേണം.
അളിയാ ഞാനടാ. എന്താ പരിപാടി? ആയിട്ടൊന്ന് കൂടിയാലോ? ഉത്സവമൊക്കെ അല്ലേ? ആ വാടാ. ആ നീ നേരത്തെ ഇറങ്ങിയായിരുന്നു? ഓ ഞാൻ ഇങ്ങ് ഇറങ്ങിയടാ. ആ നീ ഒന്ന് ഇരിക്കടാ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആ പറടേ. ഞാനിവിടെ എങ്ങും ഇല്ല. വേണ്ട വേണ്ട, ഇങ്ങോട്ടൊന്നും പറയണ്ട. ശരി. സ്കോച്ചാണല്ലോ. റമ്മക്കല്ലേ എന്നും നീ അടിക്കുന്നത്? വല്ലപ്പോഴും നല്ല സാധനമൊക്കെ ഒന്ന് കുടിക്കടാ. Cheers. നല്ല സാധനം. എന്താ പിടുത്തം. ഗിഫ്റ്റാ? ഗിഫ്റ്റ് ഗിഫ്റ്റ് വേറെ ഉണ്ടോ? ഈ വീടും കാറും എല്ലാം ഗിഫ്റ്റാ. ഒരുത്തരും ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അഴകുളി. ആദിവാസി പട്ടയ ഭൂമി മറിച്ചു കൊടുത്ത വകയെ കിട്ടിയ ഗിഫ്റ്റ് ഇത്. രൂപേഷേ, നീ മാത്രം വിചാരിച്ച ഈ പരിപാടി നിർത്താൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കും എൻ്റെ കൂട്ടാളികൾക്കും കിട്ടാനുള്ളത് കിട്ടിയിട്ട് മതി ഈ തട്ടിപ്പ്. അല്ലാതെ ഇവിടെ ഒരു പണിയും നടക്കൂല. എടാ രൂപേഷ് സഖാവേ, ഇതിൽ ഞാൻ മാത്രമല്ല, ഇതിന്റെ പിറയിൽ വേറെ ആൾക്കാരുണ്ട്. പിന്നെ നീ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാം, എൻ്റെയും ഇവൻ്റെയും കൂടെ ഉള്ളവന്മാരാണ് നിന്റെ കൂടെ ഉള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്ന എനിക്കിഷ്ടമല്ല. ഇനി ഇവന്റെ സ്ഥാനം നിനക്കാണ്. നീ എനിക്ക് വേണ്ടി നിൽക്കണം. നീ നിൽക്കും. കൂട്ടത്തിലൊരുത്തൻ്റെ ജീവനും അങ്ങ് പോയി. നശിപ്പിച്ച്. തലവേദന സ്കോച്ച് കൊണ്ടുവന്നേക്കും. ലാബ് അവിടെ പോയി. അതോട് കൊണ്ടുവച്ചു. താനൊക്കെ എന്ത് ഇറസ്പോൺസിബിളോ? ഒരു കൊലപാതകത്തിന്റെ ഫയലിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. ഇപ്പോഴെങ്ങനെ കഴിയൂ? സർ, അവന്റെ ഒരു കിണി. എന്തോന്നാണോ ഇത്? രാവിലെ തന്നെ തുടങ്ങിയോ? ഒന്നാമതോടെ മനുഷ്യന് സമാധാനമില്ല, അതിനിടയ്ക്കാ. എന്തുവാടോ കേസ്? എന്തുവാ? രാവിലെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് സേർട്ട് വലിക്കോ സാറേ? ചോദിച്ചപ്പോ മോഡ, എന്നിട്ട് ഇവിടെ വന്നവന്റെ കിണിയും. എവിടെയാ പിടിക്കുന്നത്? ചോദിച്ചായിട്ടില്ലടാ സാറേ. പ്രകാശ്, കയറോ, ഇരിക്കടോ. എന്താ പ്രകാശ പ്രശ്നം?
കുറച്ച് പ്രശ്നമുണ്ട് സാറേ, ഇത്തിരി സീക്രട്ടാ. ആ ഒരു മിനിറ്റ്. മേലെ നിന്നെ ഇവിടെ നിന്ന് കണ്ടുപോലെ പറഞ്ഞു പറയാമാരെ. ആ പോടാ പോടാ. താനോടൊന്നും പുറത്തില്ല. യെസ് സർ. ആ പറയും. ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ട് സാറേ. എന്നിട്ട് എന്തെങ്കിലും പോയോ? മിസ്സായിട്ടുണ്ട് സാർ. ഒരു ലാപ്ടോപ്പും ഒരു മൊബൈലും പിന്നെ ഒരു 50,000 രൂപയും പോയിട്ടുണ്ട്. ഈ ക്യാഷ് എങ്ങനെ കിട്ടിയത്? ഐ മീൻ വല്ല ബാങ്ക് ട്രാൻസാക്ഷനോ ATM വിഡ്രോവലോ വല്ലതും ആണോ? അല്ല സാറേ, അതൊരു ചെറിയ മടക്കാണ്. എന്നാൽ പിന്നെ ക്യാഷ് FIR എൻട്രി ആയിരിക്കുന്നതായിരിക്കും നല്ലത്. അതെന്തായാലും കുഴപ്പമില്ല സാർ. പക്ഷേ ആ ലാപ്ടോപ്പും മൊബൈലും ഇമ്പോർട്ടൻ്റ് ആണ് സാർ. അതെങ്ങനെങ്കിലും. എന്താ ഡൗട്ട് വല്ലതും ഉണ്ടോ? സംശയം, ഒരു കൂട്ടുകാരൻ ഇന്നലെ രാത്രി, അവനാകും വഴിയില്ല, എന്നാലും. എന്തുവാണ് എൻ്റെ പണി? വർക്ക്ഷോപ്പാണ് സാറേ, ഇപ്പോൾ ഇല്ല. അതെന്താ നീ ഇപ്പം ഇല്ലാത്ത? അത് വാടകയ്ക്കായിരുന്നു, കൊടുക്കണ്ട വന്നു. നീ ഒരു കാര്യം ചെയ്യ്, പ്രകാശിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത കാശും സാധനങ്ങളൊക്കെ അങ്ങ് തിരിച്ചു കൊടുത്തേരെ. പ്രകാശിന് കേസിനൊന്നും വലിയ താല്പര്യമില്ല. സാറേ സാറേ ഞാനൊന്നും എടുത്തിട്ടില്ല സാറേ, എനിക്ക് അവനെ ചെറുപ്പം പോലെ അറിയാവുന്ന. ഹലോ, ആ കിട്ടിയോ? എന്നാൽ പിന്നെ അവനെയും കൊണ്ടുപോവാ. ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. താനൊരു കാര്യം ചെയ്യ്, പുറത്ത് കയറ്റി. കൊള്ളാടാ. നീ എന്താണ് ഇയാളെ വീട്ടിൽ കയറിയേ? കാശിന് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു സാറേ. ഇവരുടെയൊക്കെ വീട്ടിലാവുമ്പോൾ കാശ് കാണുന്നു. കാശ് കിട്ടിയാ? അത് രാത്രി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ വെപ്രാളത്തിൽ മിസ്സായി പോയി സാർ. പ്രകാശ് എന്താ വേണ്ടേ? FIR വേണം, എല്ലാം എഴുതണം. അപ്പോൾ കാശിൻ്റെ കേസോ? സാറേ ഒറ്റ മിനിറ്റ്, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിനക്ക് എന്തോടെ എത്ര പറയാനുള്ളത്? സാറേ എനിക്കൊന്നും പറയാനില്ല. അതെന്താ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പേടിയാണോ? ചേട്ടാ, എനിക്ക് ഇന്നലെ ലാപ്ടോപ്പും മൊബൈലും മാത്രമല്ല അവിടെ നിന്ന് കിട്ടിയത്. ഓ, ആ ഫയലിൻ്റെ കാര്യമായിരിക്കും. എൻ്റെ മോനെ, ഇതൊക്കെ വലിയ കളികളാണ്. നീ കൂട്ടിയാൽ കൂടാത്ത കളികൾ. വെറുതെ കളിക്കണ്ട, നീ മുള്ളും. ചേട്ടനൊരു കാര്യം മറന്നത്, ഞാൻ സഖാവ് രൂപേഷിൻ്റെ അനിയനാണെന്ന് പറഞ്ഞ് ഈ ഫയലൊന്നും നീക്കട്ടോ. അതെവിടെ വരെ പോകും നമുക്ക് നോക്കാം. ഞാൻ കാര്യങ്ങൾ ശരിയാക്കി തരാം. എനിക്ക് കുറച്ച് സമയം വേണോടാ. നിങ്ങളുടെ മന്ത്രിയെ വിളിക്കാൻ എന്തിനാ സാറേ നിങ്ങൾക്ക് സമയം? ഞാൻ പ്രകാശനാണ് സാറേ. നമ്മളൊരു ഫയലുണ്ട്, ഫയൽ നമ്പർ PW3670. ദിവാകരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അതൊന്ന് നീക്കി കൊടുക്കണമായിരുന്നു. അപ്പം നീ ആ ഫയൽ എപ്പോൾ തരും? ഫയൽ ഞാൻ തരാം, പക്ഷെ അതിനു മുമ്പ് സാറിൻ്റെ കാര്യം എങ്ങനെയാ? പ്രകാശ, രാവിലെ മുതലേ മേളിൽ നിന്നുള്ള പ്രശ്നം. കാരണം ഈ ഫയൽ തന്നെ. അതല്ല സാറേ, ഞാൻ ആ കാര്യങ്ങൾ സെറ്റ് ചെയ്ത്. വേണ്ട പ്രകാശ, നീ വാ. സാറിനെ കാണിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആ നന്മയുടെ കൈ ആ പോലീസുകാരൻ്റെയാണോ ആ പയ്യൻ്റെയാണോ എന്നറിയില്ല. പക്ഷെ എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് അവൻ്റെ കർമ്മഫലങ്ങൾ തന്നെയാണ്. തിരിച്ചു വരും ഒരു പുതിയ മനുഷ്യനായി എന്ന് പ്രകാശൻ.